മുടിയൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോ എന്താ ആദ്യം ഓർമ്മ വരിക, അല്ലെങ്കിൽ കേശു ചേട്ടനെ കുറിച്ച് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നൊക്കെ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാനാണ്, ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഒന്നും ഓർമ്മയില്ല. മുടിയൻ ചേട്ടൻ എന്നെ നന്നായിട്ട് നോക്കും. നന്നായിട്ട് നോക്കൂല്ലേ? നന്നായിട്ട് എങ്ങനെയാ മുടിയൻ? ഞാൻ എന്താ പറയാനാണ്, കിട്ടുന്നില്ല. അത് ആലോചിച്ച് നോക്ക്. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല ചേച്ചി. കിട്ടുന്നില്ല, കുഴപ്പമില്ല. ഇങ്ങനെ ഡയലോഗൊക്കെ പഠിക്കുന്നതിനെ കുറിച്ച് പറ. ഭയങ്കര ഇപ്പം പാറുകുട്ടി എത്ര ഡയലോഗാ പറയുന്നേ, അപ്പൊ അതൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? ഈ സീൻ എടുത്തപ്പോഴത്തേക്ക് ഒരു ഇത്ര ഡയലോഗ് ഉണ്ടായിരുന്നു, കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു. കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു അല്ലേ? ഒരാളുടെ ഡയലോഗ് കഴിയുമ്പോ എന്റെ ഡയലോഗ്, ഒരാളുടെ കഴിയുമ്പോ എന്റെ ഡയലോഗ്, ഒരാളുടെ കഴിയുമ്പോ എന്റെ ഡയലോഗ്. ഇത് പഠിക്കാൻ ഭയങ്കര പാടല്ലേ, അതോ ഭയങ്കര ഈസി ആണോ? പാടാണ്. ആരാ പഠിപ്പിച്ചു തരിക? ചേട്ടന്മാർ തന്നെയാണോ പഠിപ്പിച്ചു തരിക? ഡയലോഗ് പഠിപ്പിക്കും, എന്നിട്ട് അവിടെ എനിക്ക് മറന്നു പോകണമെങ്കിൽ പറഞ്ഞുതരും. തെറ്റിപ്പോവാണെങ്കിലൊക്കെ എന്താ സംഭവിക്കുക? പറഞ്ഞുതരും. പിന്നെ അഭിനയിക്കാനൊക്കെ ആരെങ്കിലും പറഞ്ഞുതരാറുണ്ടോ? ബാലുവച്ചനോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ കരയണം ഒക്കെ പറഞ്ഞുതരാറുണ്ടോ? പറഞ്ഞുതരാറുണ്ട്. എന്നിട്ട് അതേപോലെ ചെയ്യാറുണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ കരയുന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ മുഖത്ത് വരുമോ? ഞാൻ കുറച്ച് പറയട്ടെ. ഇപ്പൊ കരഞ്ഞു കാണിക്കുന്ന പാറുകുട്ടി കരഞ്ഞു കാണിക്കുവോ? ഒന്ന് കാണിച്ചാൽ നോക്കട്ടെ. ഞാൻ എനിക്കൊന്നും വയ്യ. അതെന്താ? സീൻ പറയുമ്പോ സങ്കടമുള്ള സീനാണെങ്കിൽ കരച്ചിൽ വരും അല്ലേ? അച്ചോ, വലിയ കാര്യം അത്. നമുക്ക് ഇനി ക്രിസ്മസിന്റെ ഒരു സെലിബ്രേഷനിലേക്ക് തന്നെ പോവാം. ഇപ്പൊ പറഞ്ഞില്ലേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ പാറുക്കുട്ടി എങ്ങനെയാ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക? അമ്മ ഉണ്ടാക്കുക. അമ്മേനെ അപ്പൊ സഹായിക്കൂല? പെയിന്റ് അടിച്ചു കൊടുക്കും. ഞങ്ങള് കാർബോർഡ് കൊണ്ടിട്ട് ഉണ്ടാക്കിട്ട് തടിയുടെ ആ ഒരു വരാൻ വേണ്ടിട്ട് പെയിന്റ് ഒക്കെ ചെയ്തപ്പോ എല്ലാരും കൂടെ പെയിന്റ് ഒക്കെ അടിച്ചില്ല. അപ്പൊ ഇത്തവണ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? സമയമില്ല അല്ലേ? ഭയങ്കര തിരക്കാന്ന് കേട്ടു. ഇത്തവണ തന്നെ 2 ഇന്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇന്റർവ്യൂ അല്ല, ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മാസം തന്നെയായിരുന്നു കഴിഞ്ഞത്. ഇനിയിപ്പോ അടുത്ത മാസം വേറെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവം വരാൻ പോകുന്നുണ്ടല്ലോ. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേക്ക് കുറെ ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ തരില്ലേ? അതല്ലേ മെയിൻ. അത് കിട്ടാൻ വേണ്ടിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നേ? ഞാനും അങ്ങനെ തന്നെയാ വെയിറ്റ് ചെയ്യാറ്. എന്റെ ബർത്ത്ഡേ ഈ മാസമായിരുന്നു, December 7. ബർത്ത്ഡേയും ചേട്ടന്റെ ബർത്ത്ഡേ അപ്പുറം ഇപ്പുറം ദിവസമാണ്. ആണോ? ബാലജിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേ. ആണോ? എന്നിട്ട് ഭയങ്കര ആഘോഷമായിരിക്കല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ ആഘോഷം? കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചേ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചിക്കൻ ബിരിയാണി. ഞങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കും. ചട്ടിച്ചോറ് കൊടുത്തായിരുന്നു, ബിരിയാണി കൊടുത്തായിരുന്നു, പിന്നെന്തായിരുന്നു, നമ്മൾ മിക്കവാറും സെറ്റിലായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് കേക്കൊക്കെ വെച്ച്. അപ്പം ഞങ്ങളുടെ ഏതൊരു ബർത്ത്ഡേക്ക് മറ്റേ 2 കേക്ക് കണ്ടുണ്ടായിരുന്നു. 2-3 കേക്ക് വന്നായിരുന്നു. 4 വയസ്സിൽ ഓർഡർ ചെയ്ത് നമ്മളും കേക്ക് ഓർഡർ ചെയ്തു, അവരും കേക്ക്, ചാനലിൽ നിന്നും കേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കുറെ കേക്ക് ഒരുമിച്ച് ഇന്ന് മുറിച്ചു. ഫാൻസുകാരൊക്കെ വരാറുണ്ടോ? 2 കേക്ക്. ഫാൻസുകാരൊക്കെ വന്നിട്ട് സെൽഫി ഒക്കെ എടുക്കുവോ? സെൽഫി എടുക്കും. അപ്പൊ പാറുക്കുട്ടി പെട്ടെന്ന് സമ്മതിക്കോ അതോ ഇങ്ങനെ ഇരിക്കോ, ഇപ്പൊ എടുക്കണ്ടെന്നൊക്കെ പറയോ? എന്താണ്, ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ലാന്നു. ഇനിയിപ്പൊ ബർത്ത്ഡേക്ക് എത്ര കേക്ക് വേണമെന്നാ പാറുക്കുട്ടിന്റെ ഒരു ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇപ്പഴേ കേക്ക് വാങ്ങി 3 കേക്ക് വേണം. 4 കേക്കോ? എണ്ണങ്ങനെ കൂടിയിരിക്കും അല്ലേ? കേക്ക് എത്ര കിട്ടിയാലും കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? നമുക്ക് മെയിൻ ആണ്. ഫുഡിൽ തന്നെ ബിരിയാണി, കേക്ക്, ചോറും മീൻകറിയും ഇതൊക്കെയാണ് പാറുക്കുട്ടിന്റെ മെയിൻ സംഭവങ്ങൾ അല്ലേ? ഓ